അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസെൻറ്റ്, സമ്മതം എന്നത്. അതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. വളരെ കുഞ്ഞായിരിക്കുന്ന കുട്ടികളെ തന്നെ ചിലർ വളരെ ഫോഴ്സ്ഫുള്ളി എടുക്കുക, ഉമ്മ വെക്കുക, കെട്ടിപ്പിടിക്കുക എന്ന് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനു പകരം പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കേൾക്കുമ്പോൾ വളരെ വിയേർഡായിട്ട് തോന്നും, പക്ഷേ പഠനങ്ങൾ പറയുന്നതാണ്, കുട്ടീനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റി തരട്ടെ, ഞാൻ എൻ്റെ കുട്ടീനെ കുളിപ്പിച്ചോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെ, ഒരു കൺസെൻറ്റ് ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരിലുണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടണമെങ്കിൽ നമ്മുടെ കൺസെൻറ്റ് വേണമെന്നുള്ള ഒരു ശക്തമായ കാര്യം അവിടെ അവരിൽ ലോങ് ടേം ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് നമ്മൾ സ്നേഹത്തോടെ നമ്മളെ കുട്ടികളെ ഉമ്മ വെക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും പരിഗണിക്കുമ്പോഴൊക്കെ ഒരു പക്ഷേ നമുക്കിങ്ങനെ ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മീൻ വൈൽ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അത് പതിയെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് കൺസെൻറ്റ് എന്നതിൻ്റെ അങ്ങനെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെടുത്ത് ഏതെങ്കിലും ആളുകൾ ബാഡ് ടച്ചിന് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ നോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ടച്ചുകളെ അവർ മാക്സിമം തടയാൻ അവരുടെ ഭാഗത്ത് തന്നെ ശ്രമങ്ങളുണ്ടാവും. ഇങ്ങനെ ഒന്നും അറിയാത്ത നമ്മുടെ പാവം കുഞ്ഞുങ്ങൾ ഇതെന്താണ് ഇവർ ചെയ്യുന്നതെന്നോ, ഇവർ സ്നേഹിക്കുകയാണോ ഉപദ്രവിക്കുകയാണോ ഒന്നും അറിയാതെ പാവങ്ങൾ കഷ്ടപ്പെട്ട് നീറി നൊന്ത് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും നമ്മൾ ചെയ്യുക. കൺസെൻറ്റിൻ്റെ പ്രാധാന്യം നമ്മൾ അവരുടെ വളർത്തുന്ന ഓരോ ഘട്ടത്തിലും പല രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്യുക. ഇതൊക്കെ അവർക്ക് ബാഡ് ടച്ചിനെ ഓട്ടോമാറ്റിക്കലി നോ സ്റ്റോപ്പൊക്കെ പറഞ്ഞ് നിർത്താൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെയൊക്കെ നിർത്തുന്ന സമയത്ത് അമ്മേ അല്ലെങ്കിൽ അച്ഛ അങ്കിൾ എന്നെ ഇന്ന് ഇങ്ങനെ തൊടാൻ വന്നു, അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ബി വയറാവാൻ പറ്റും. നമ്മൾ വിശ്വസിച്ചിരുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല, അവരെ അടുത്ത് നമ്മളെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. നമ്മളെ കുട്ടികളിങ്ങനെ ഇതൊന്നും അറിയാതെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താ, നമ്മളും ഇതിനെക്കുറിച്ച് അറിയില്ല. ആ കുട്ടിയെല്ലാം അനുഭവിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, ഒരു പക്ഷേ ജീവനും പോയതിന് ശേഷമായിരിക്കും നമ്മളിതൊക്കെ അറിയുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കുക.